എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ കൊല്ലം ജില്ലയിലെ കല്ലുവാതുക്കൽ, ശീമാട്ടി എന്നീ ഭാഗങ്ങളിലെ നാഷണൽ ഹൈവേ 66ൻ്റെ വർക്ക് അപ്ഡേറ്റ് ആണ്. കൊല്ലം ജില്ലയിലെ പാരിപ്പള്ളിയിലെയും തിരുവനന്തപുരം ജില്ലയിലെ കടമ്പാട്ടുകോണം മുതൽ ആഴംകോണം വരെയും ആറ്റിങ്ങൽ ബൈപ്പാസിലെ ആഴംകോണം മുതൽ ബ്രിഡ്ജ് സൈറ്റ് വരെയുള്ള വീഡിയോ ഇതിനു മുന്നേ ചെയ്തിരുന്നു. ഈ വീഡിയോയുടെ ലിങ്ക് ഐകാർഡിലും എൻ്റെ സ്ക്രീനിലും ആഡ് ചെയ്തേക്കാം. വീഡിയോ ആരംഭിക്കുന്നത് കല്ലുവാതുക്കൽ നിർമ്മിക്കുന്ന ടോൾ പ്ലാസയുടെ മുന്നിൽ നിന്നാണ്. തിരുവനന്തപുരത്ത് നിന്നും കൊല്ലം ഡയറക്ഷനിലേക്ക് പോകുമ്പോഴുള്ള ആദ്യത്തെ ടോൾ പ്ലാസയാണ് ഈ കാണുന്നത്. പ്ലാസ്റ്ററിംഗ് വർക്കുകളാണ് ഇനി ബാക്കിയുള്ളത്. വാഹനങ്ങൾ ഇപ്പോൾ മറു സൈഡിലൂടെയാണ് കടത്തിവിടുന്നത്. ടോൾ പ്ലാസയിൽ മൊത്തം 6 ഓപ്പണിങ്ങുകളാണുള്ളത്. ടോൾ പ്ലാസയോട് ചേർന്നുള്ള യൂട്ടിലിറ്റി ബിൽഡിങ്ങുകളുടെ നിർമ്മാണം വളരെ മുന്നേ തന്നെ കംപ്ലീറ്റ് ആക്കിയതാണ്. ടോൾ പ്ലാസയോട് ചേർന്നുള്ള ഭാഗത്തൊന്നും യു ടേൺ എടുക്കാനുള്ള ഫെസിലിറ്റി ഇപ്പോൾ കാണുന്നില്ല. 2 സൈഡും വേർതിരിക്കുന്നതിന് വേണ്ടി ഡിവൈഡറുകളുടെ നിർമ്മാണവും കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കാണുന്നത് രണ്ടാമത്തെ ടോൾ പ്ലാസയുടെ ഭാഗമാണ്. കൊല്ലത്തു നിന്നും തിരുവനന്തപുരം ഡയറക്ഷനിലേക്ക് വരുന്ന വാഹനങ്ങൾക്ക് വേണ്ടിയുള്ള ടോൾ പ്ലാസയാണ് ഇത്. ടോൾ പ്ലാസയുടെ പെയിൻറ്റിംഗ് വർക്ക് വരെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 2 ടോൾ പ്ലാസയോട് ചേർന്നുള്ള കോൺക്രീറ്റ് റോഡിൻ്റെയും നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട്. കല്ലുവാതുക്കൽ ജംഗ്ഷനിൽ നിന്ന് പാരിപ്പള്ളി ഡയറക്ഷനിലേക്ക് വരുന്ന വാഹനങ്ങൾ ഈ സർവീസ് റോഡിൻ്റെ എൻഡ് വരെ വന്നതിന് ശേഷമാണ് ടോൾ പ്ലാസയിലേക്ക് പ്രവേശിക്കുന്നത്. ഇവിടെ റോഡിൻ്റെ ഫസ്റ്റ് ലെയർ താറങ്ങി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഒരു താഴ്ന്ന പ്രദേശമായിരുന്നു ഇവിടെ റീറ്റെയിനിങ് വാളുകൾ നിർമ്മിച്ച് മണ്ണ് ഫില്ല് ചെയ്തിട്ടാണ് ഇവിടെയൊക്കെ വർക്ക് ചെയ്തിരിക്കുന്നത്. കല്ലുവാതുക്കൽ മുതൽ ചാത്തന്നൂർ വരെയുള്ള വർക്ക് ഇപ്പോൾ അന്തിമഘട്ടത്തിലാണ്. ഇപ്പോൾ ലൈൻ മാർക്കിങ്ങും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നേരെ കാണുന്ന മെയിൻ റോഡിൻ്റെ വലത് സൈഡിലുള്ള റോഡിൽ ഇപ്പോൾ ലൈൻ മാർക്ക് ചെയ്തിരിക്കുന്നതായി കാണാം. ഒരു ലൈൻ മാത്രമാണ് ചെയ്തിരിക്കുന്നത്. വീഡിയോ 2 ദിവസത്തിന് മുന്നേ എടുത്തതാണ്. ഇപ്പോൾ ചാത്തന്നൂർ മുതൽ ശീമാട്ടി വരെയുള്ള ഭാഗത്ത് കംപ്ലീറ്റായി ലൈൻ മാർക്കിങ്ങുകൾ ചെയ്തതായിട്ടാണ് അറിഞ്ഞത്. ഹൈവേയുടെ വർക്കുകൾ നടന്നു കഴിഞ്ഞ പല ഭാഗങ്ങളും ഇപ്പോൾ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. പല പഴയ ജംഗ്ഷനുകളും ഇപ്പോൾ ജംഗ്ഷനുകൾ അല്ലാതായി മാറിയിരിക്കുകയാണ്. നേരത്തെ ഉമയനല്ലൂരിലെ കാര്യം പറഞ്ഞതുപോലെ ഇപ്പോൾ കല്ലുവാതുക്കലും വൈകുന്നേരമായി കഴിഞ്ഞാൽ വാഹനങ്ങളോ ആൾക്കാരോ ഒന്നും ഇല്ലാത്തൊരവസ്ഥയാണ്. കല്ലുവാതുക്കൽ അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്തൊക്കെ ഇപ്പോൾ പ്ലംബിംഗ് വർക്കുകളെല്ലാം കഴിഞ്ഞതായി കാണാം. അണ്ടർപാസ് വരുന്ന ഭാഗങ്ങളിലൊക്കെ ഇപ്പോൾ അപകടങ്ങൾ കൂടി വരികയാണ്. അണ്ടർപാസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന വാഹനങ്ങൾക്ക്
കാഴ്ച മറയുന്നതിനാൽ പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സർവീസ് റോഡിലൂടെ വരുന്ന വാഹനങ്ങളുമായി കൂട്ടിമുട്ടാനുള്ള സാധ്യത കൂടുതലാണ്. കഴിഞ്ഞ ദിവസം KSRTC ബസ്സും ഒരു പ്രൈവറ്റ് ബസ്സും തമ്മിൽ കല്ലുവാതുക്കൽ ജംഗ്ഷനിൽ വെച്ച് അപകടമുണ്ടായിരുന്നു. വിശ്വസമുദ്ര കൺസ്ട്രക്ഷൻ്റെ സൈറ്റുകളിൽ നോക്കുകയാണെങ്കിൽ അണ്ടർപാസുകൾ വരുന്ന ഭാഗത്ത് സർവീസ് റോഡിൽ സ്പീഡ് ബ്രേക്കറുകൾ സ്ഥാപിച്ചിരിക്കുന്നതായി കാണാം. അത് ഒരു പരിധിവരെ അപകടങ്ങൾ ഒഴിവാക്കാവുന്നതാണ്. ഇനി ഇവിടെ നിന്നും നേരെ പാറയിൽ ജംഗ്ഷനിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് പാറയിൽ ജംഗ്ഷൻ ഭാഗമാണ്. ഇവിടെ വലിയ രീതിയിൽ വർക്കുകൾ പുരോഗമിച്ച സ്ഥലമാണ്. ഇവിടെ ഒരു സൈഡിൽ, ഇടത് സൈഡിൽ വലിയ താഴ്ന്ന പ്രദേശമായിരുന്നു. അവിടെ മണ്ണ് ഫില്ല് ചെയ്ത് ഉയർത്തിയിട്ടുണ്ട്. ഇപ്പോൾ റീറ്റെയിനിങ് വാളിൻ്റെ നിർമ്മാണവും ഒരു സൈഡിൽ ഓടയുടെ നിർമ്മാണവും ഒക്കെ നടക്കുന്നുണ്ട്. ഈ സെൻട്രൽ കാണുന്നതാണ് സർവീസ് റോഡ്. ഇവിടെ മെയിൻ റോഡിൻ്റെ ഭാഗത്തെ ടാറിംഗ് വർക്കുകളെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. റോഡിൻ്റെ വലത് സൈഡിൽ കാണുന്ന ഭാഗത്ത് ഇപ്പോൾ വർക്ക് പുരോഗമിക്കുകയാണ്. ആ ഭാഗത്തെ കാഴ്ചകളും കാണിക്കാം. ഇവിടെ നിന്നും നേരെ കുരിശുമൂട് ഭാഗത്തേക്കാണ് പോകുന്നത്. ഇപ്പോൾ സർവീസ് റോഡിൻ്റെ ഭാഗത്തൊക്കെ വർക്ക് ആരംഭിച്ചിട്ടുണ്ട്. ഓടയുടെ ഭാഗവും ചേർന്നാണ് സർവീസ് റോഡ് വരുന്നത്. വാഹനങ്ങൾ 2 വരിയായിട്ടാണ് പോകുന്നത്. 2 വേ ഡയറക്ഷനിലാണെന്നാണ് പറയുന്നത്. ഓടയുടെ ഭാഗം കഴിഞ്ഞ് കാൽനട യാത്രക്കാർക്ക് വേണ്ടിയുള്ള നടപ്പാതയുടെ നിർമ്മാണമാണ് ഇപ്പോൾ ഇവിടെ ആരംഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇടത് സൈഡിൽ നോക്കുകയാണെങ്കിൽ കർബ് സ്റ്റോണുകൾ പാകിയിരിക്കുന്നതായി കാണാം. ഇത് മിഷ്യൻ ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഡ്രെയിനേജിനേക്കാൾ അല്പം ഉയരത്തിലാണ് കർബ് സ്റ്റോൺ ചെയ്തിരിക്കുന്നത്. അതിനകത്തേക്ക് 1 മീറ്ററാണ് നടപ്പാത ഇൻ്റർലോക്കുകൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്നത്. പല ഭാഗങ്ങളിലും 1 മീറ്റർ വീതി ഉള്ളതായി കാണുന്നില്ല. വീതിയുള്ള ഭാഗങ്ങളിൽ മാത്രമാണ് ഇപ്പോൾ ഇൻ്റർലോക്കുകൾ പാകുന്നത്. നിങ്ങളിപ്പോൾ കാണുന്നത് കാരങ്കോട് ഭാഗമാണ്. ഈ കാണുന്ന എക്സിറ്റ് പോയിൻ്റ് വഴിയാണ് ചാത്തന്നൂർ ഭാഗത്തേക്കുള്ള വാഹനങ്ങളൊക്കെ പോകേണ്ടത്. ഈ എക്സിറ്റ് പോയിൻ്റ് ഓപ്പോസിറ്റ് സൈഡിൽ ഇടത് സൈഡിൽ നോക്കുകയാണെങ്കിൽ ഇൻ്റർലോക്ക് വളരെ മുന്നേ പാകിയതായി കാണാം. പക്ഷേ ഈ കഴിഞ്ഞ മഴയിൽ അത് കംപ്ലീറ്റായി നശിച്ചു പോയിരിക്കുന്നു. പ്രോപ്പറായി ഉറപ്പിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ഇളകിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. ഷീമാട്ടിയിലെ അണ്ടർപാസ് കഴിഞ്ഞ് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു എക്സിറ്റ് പോയിൻ്റ് ഉണ്ട്. കൊല്ലം ബൈപ്പാസ് കഴിഞ്ഞ് മേവറത്ത് നിന്നും പാരിപ്പള്ളിയിലേക്ക് വരുമ്പോൾ ഇതുവരെ 3 എക്സിറ്റ് പോയിൻ്റുകളാണ് നിർമ്മിച്ചിരിക്കുന്നത്. ആദ്യത്തെ എക്സിറ്റ് പോയിൻ്റ് ഉമയനല്ലൂർ ഭാഗത്താണ് വരുന്നത്. ഉമയനല്ലൂർ ജംഗ്ഷന് തൊട്ട് മുന്നെയാണ് ഈ എക്സിറ്റ് പോയിൻ്റ് വരുന്നത്. കൊട്ടിയം ഭാഗത്തൊക്കെ പോകുന്ന വാഹനങ്ങൾ ഇവിടെ നിന്നാണ് എക്സിറ്റ് എടുക്കേണ്ടത്. അടുത്തതായി എക്സിറ്റ് വരും എന്ന് പ്രതീക്ഷിക്കുന്നത് ചാത്തന്നൂർ ജംഗ്ഷന് മുന്നേ, അതായത് ഇത്തിക്കര പാലം കഴിഞ്ഞ ഉടനെയാണ്. ഇപ്പോൾ അവിടെ നിർമ്മാണ പ്രവർത്തികളൊന്നും നടക്കുന്നില്ല. അത് കഴിഞ്ഞാൽ മാത്രമേ എക്സിറ്റ് പോയിൻ്റ് അവിടെ എവിടെയാണ് വരുന്നത് എന്നറിയാൻ കഴിയുകയുള്ളൂ.
അത് കഴിഞ്ഞാലുള്ള അടുത്ത എക്സിറ്റ് പോയിൻ്റായി വരുന്നത് ഷീമാട്ടിയിലാണ്. ഷീമാട്ടി ജംഗ്ഷന് തൊട്ട് മുന്നെയാണ് ആ ഒരു എക്സിറ്റ് പോയിൻ്റ് വരുന്നത്. നിങ്ങളിപ്പോൾ വീഡിയോയിൽ കണ്ട എക്സിറ്റ് പോയിൻ്റാണ് ഷീമാട്ടിയിൽ വരുന്ന എക്സിറ്റ് പോയിൻ്റ്. ഷീമാട്ടി കഴിഞ്ഞാൽ പിന്നെ അടുത്തതായിട്ടുള്ള എക്സിറ്റ് പോയിൻ്റ് വരുന്നത് പാരിപ്പള്ളിയിലാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് കാരങ്കോട് സ്പിന്നിംഗ് മില്ല് കഴിഞ്ഞിട്ടുള്ള ഭാഗമാണ്. ഇവിടെയും കർബുകൾ അടുക്കുന്നതായി കാണാം. നടപ്പാതയ്ക്ക് വേണ്ടിയുള്ള സ്ഥലം ഇവിടെയും കുറവാണ്. ഇത്തിക്കര പാലത്തിൽ സർവീസ് റോഡ് ഇല്ലാത്തതിനാൽ ചിലപ്പോൾ പാലത്തിന് മുന്നേയും ശേഷവും എൻട്രി എക്സിറ്റ് പോയിൻ്റുകൾ വന്നേക്കാം. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് പാറയിൽ ജംഗ്ഷനിൽ നേരത്തെ കണ്ടതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ്. ഇവിടുത്തെ പാറയെല്ലാം പൊട്ടിച്ച് മാറ്റിയതിന് ശേഷം റീടൈനിങ് വാളുകളെല്ലാം നിർമ്മിച്ചിട്ടുണ്ട്. അകത്ത് മണ്ണ് ഫില്ല് ചെയ്യുന്ന വർക്ക് നടക്കുന്നു. കൂടാതെ അതിന് മുകളിൽ ക്രാഷ് ബാരിയറുകൾ കാസ്റ്റ് ചെയ്യണം. ഇവിടെ മെയിൻ റോഡിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നല്ല ഉയരത്തിലാണ് സർവീസ് റോഡ് കടന്നു പോകുന്നത്. നേരത്തെ കണ്ടതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് ഇപ്പോൾ കാണുന്നത്. കല്ലുവാതിക്കലിൽ ഇപ്പോൾ മെയിനായിട്ട് വർക്ക് നടക്കുന്നത് ടോൾ പ്ലാസയുടെയും പാറയിൽ ജംഗ്ഷനിലെയും ഭാഗങ്ങളിലാണ്. ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം ഇപ്പോൾ അന്തിമഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. പാരിപ്പള്ളിയിലെ ഫ്ലൈ ഓവറിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ ഭാഗവും ഇപ്പോൾ ദ്രുതഗതിയിൽ തന്നെയാണ് വർക്ക് നടക്കുന്നത്. ചാത്തന്നൂർ എത്തിക്കര ഭാഗങ്ങളിലൊക്കെ റോഡിൻ്റെ അപ്ഡേറ്റുമായി ഉടൻ തന്നെ വരാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റുകളായി രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.